ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ സുകന്യ തന്റെ വീട്ടിലേക്ക് പോയി കോളിംഗ് ബെൽ അടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗേറ്റിനരികെ നിന്ന് ഉദയഭാനു ഞെട്ടിപ്പോയി. ഇവളെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നേ? ഓ, സകല മാരണങ്ങളും തന്റെ വീട്ടിലേക്കാണല്ലോ വണ്ടി വിളിച്ചു വരുന്നേ. ഇവൾക്ക് ഇത് എന്തിന്റെ കേടാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അതേസമയം അതിനേക്കാളും കൂടുതൽ ടെൻഷനിലാണ് ശ്രീദേവി ദേവമംഗലത്ത്. ദൈവമേ, എന്താ ചെയ്യുന്നേ? സുകന്യേച്ചി വീട്ടിലേക്ക് എന്ന ആകെപ്പാടെ പ്രശ്നമോ? അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി ഉദയഭാനുവിനെ വിളിക്കുകയാണ്. ആ സമയം ഉദയഭാനു ഗേറ്റിന്റെ അവിടെ അകത്തേക്ക് നോക്കി നിൽക്കുമല്ലേ. ഉദയഭാനുവിന്റെ ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്ന് ഉദയഭാനു കോള് കട്ട് ചെയ്തു. സംസാരിക്കാൻ പറ്റില്ല അവിടെ നിന്നിട്ട്. എങ്ങാനും സുകന്യ അത് കേട്ടോണ്ട് സുകന്യ തിരിഞ്ഞു നോക്കുകയും ചെയ്യും. അപ്പോഴേക്കും ദേവിക്ക് ടെൻഷനായി. ദൈവമേ, അച്ഛൻ കോൾ എടുത്തിട്ടില്ല. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്. കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് സുകന്യേച്ചി ഇങ്ങോട്ടേക്ക് ഒരു വരവ് വരും. പിന്നെ തന്റെ അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് ശ്രീദേവി നേരെ പൂജാമുറിയിലേക്ക് എല്ലുവാണ്. പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭഗവാനെ, എന്റെ വയറ്റി പടരുന്ന കുഞ്ഞിനെങ്കിലും ഓർത്തിട്ട് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കരുതേ. കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് മനോരികെ. അപ്പോഴേക്കാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, നന്നായിട്ട് വേർത്തിട്ടുണ്ടല്ലോ. സൗണ്ടിന്റെ വല്ലായിരിക്കണേ. ഒന്നുമില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അമ്മ ഒരു പ്രശ്നമില്ല. എടാ ആനന്ദേ, മീനാക്ഷി ഇങ്ങോട്ടേക്കും വന്നേന്ന് പറഞ്ഞു. അമ്മ അവരെയൊന്നും വിളിക്കണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. വെള്ളം വേണോ മോൾക്ക് കുടിക്കാൻ എന്ന് പറഞ്ഞു കുറച്ച് വെള്ളം കൊണ്ടേ കൊടുത്തു. മോളെ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അമ്മ എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുകന്യ ഓർത്തു, ഇതെന്താ ഇവിടെ ആരും ഇല്ലേ? 2-3 തവണ കോളിബെല്ലടിച്ചിട്ടും ആരും വരുന്നില്ലോ. ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കും എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്താണ് കതക് തുറന്നത്. കതക് തുറന്ന് ശ്രീകല പുറത്തേക്ക് ഇറങ്ങി വരുവോ. പെട്ടെന്ന് സുകന്യ കതക് തുറക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി. സുകന്യ ശ്രീകലേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഭയങ്കര സന്തോഷമായി സുകന്യക്ക്. പിന്നീട് സുകന്യ വന്നിട്ട് ശ്രീകലോട് പറഞ്ഞു, ഷോ ആന്റി ഇവിടെ ഇല്ലെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു. എന്താണല്ലോ ആന്റി ഇവിടെ ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയം ശ്രീകല ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്ക് സുകന്യ അകത്തേക്ക് അങ്ങോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, ആന്റി ഇങ്ങോട്ട് കയറി വരാൻ പറയാണ്. ശ്രീകല ഓർത്ത് ഇത് എന്റെ വീടാണോ അതോ ഇവളുടെ വീടാണോ? അങ്ങനെ ശ്രീകല അകത്തേക്ക് കയറി വന്നു. ആ സമയം സുകന്യ ചോദിച്ചു, അല്ല ആന്റി ഇത് എവിടെയായിരുന്നു? അയ്യോ, അത് പിന്നെ ഞാനേ മോളത്തെ മുറിയിലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല മോള് വന്നത്. ഓ, ഭയങ്കര ഒരു തലവേദനയായിരുന്നു. തലവേദന ആയതുകൊണ്ട് കുറച്ച് സമയം കിടക്കുമായിരുന്നു പറഞ്ഞു. ഓ, അങ്ങനെയായിരുന്നല്ലേ. പിന്നീട് സുകന്യ അയാളോടെയൊക്കെ നോക്കണം. ഓ, ഇതിന്റെ ഒന്നും ഇന്റീരിയൽ അത്ര ശരിയായില്ല. വലിയ വീടാ, സംഭവമൊക്കെ സെറ്റപ്പാ. പക്ഷെ അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല സുകന്യക്ക്. അതെ ആന്റി, ഇന്റീരിയർ വർക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതൊന്നും ഇങ്ങനെ പോരാ, ഇവിടെയൊക്കെ കുറച്ചുകൂടെ സെറ്റ് ആക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വല്ലാത്തൊരു ഭാഗത്തോടുകൂടി ശ്രീകല നോക്കുവാണ് സുകന്യെ. ശ്രീകലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് കണ്ടോ, ഇവിടെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കണം. ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് കളയണം എന്ന് പറഞ്ഞു. ഇവളെന്തിനാ വന്നേ? ഈ വീട് ഇടിച്ചു പൊളിച്ച് കളയാനാണോ? ഇവളുടെ ഭാവം എന്താ? ഒന്നും മനസ്സിലായില്ല. പിന്നീട് ശ്രീകല ചോദിച്ചു, അല്ല മോൾ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചേ? അതോ, അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത്. ആ സമയത്ത് ഞാൻ അവിടെ വന്നപ്പോ ഇങ്ങോട്ടേക്ക് വന്നു. അല്ല, എന്നാലും വീട് ഏതാ എന്താന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കിയത്? ഞാൻ ഗോമതി ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു. ചേച്ചി എനിക്ക് അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു തന്നെ. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. കഷ്ടകാലം പിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ശ്രീകലയ്ക്ക്. ആ സമയത്ത് ഉദയഭാനു വല്ലാത്തൊരവസ്ഥയെ പുറത്ത് നിൽക്കുക. ഇവളെന്താ പോലും പോവാത്തെ എന്നൊരു ചിന്തയായിരുന്നു. കൃത്യസമയത്ത് തന്നെ ശ്രീകല വന്ന് കതവ് തുറക്കുകയും ചെയ്തു. അല്ലായിരുന്നെങ്കിൽ സുകന്യ പോവുകയും ചെയ്തേനം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും സുകന്യ ചോദിച്ചു, അല്ല ചേച്ചി ഇവിടെ ജോലിക്കാരൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ആ, ജോലിക്കാരുണ്ട്, 2-3 പേരുണ്ടെന്ന് പറഞ്ഞു. ഓ, 2-3 പേരുണ്ടല്ലേ. അല്ല, ആരെയും കാണുന്നില്ലേ ഇവിടെ? അത് പിന്നെ അത് അല്ല ചേച്ചി, എന്തേ? അത് പിന്നെ ലീവാണോന്ന് ചോദിച്ചു. ലീവാ. എല്ലാരും ഒരുമിച്ച് ലീവാണോ? അല്ല, 2 പേര് ലീവാ. അപ്പൊ ഒരാളെന്തിയേ? ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും കാണുന്നോ? അവർക്കെന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അവരിങ്ങോട്ടേക്ക് വിളിക്ക്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഇങ്ങനെയാണോ? അയ്യോ മോളെ, അതൊന്നും വേണ്ടാന്നേ. അതെന്താ? അല്ല, അവര് പിന്നെ എന്തേലും പണിയിലായിരിക്കും. അല്ല, എന്നാലുവേ അത് ശരിയാകുന്ന കാര്യമല്ലോ. ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് സുകന്യ അതിലൂടെയൊക്കെ നോക്കുവാണ്. അപ്പോഴേക്ക് ശ്രീകല വന്നിട്ട് പറഞ്ഞു, അയ്യോ മോളെ, ഇപ്പോഴും ഞാനൊരു കാര്യം ഓർത്തേന്ന് പറഞ്ഞു. എന്താ? അവര് മാർക്കറ്റിൽ പോയേക്കോന്ന് ചോദിച്ചു. മാർക്കറ്റിലോ? അപ്പൊ എന്നിട്ട് ആന്റി അത് എന്നോട് നേരത്തെ പറഞ്ഞില്ല. അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ മോള് മുമ്പ് എനിക്കൊരു തലവേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മെഡിസിൻ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഉറങ്ങിപ്പോയില്ലേ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിരുന്നു എന്നോട് സെർവന്റ് പറഞ്ഞ്
ഞാൻ മാർക്കറ്റിൽ പോവാന്നുള്ള കാര്യം. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാനിതും കൂടെ മറന്നുപോയി. അതിനുശേഷമുള്ള മോള് വന്നേ. അപ്പൊ പിന്നെ ഞാൻ ഓർത്തില്ല. അതാ പെട്ടെന്ന് ഇങ്ങനെ. ഓ, അങ്ങനെയാണല്ലേ. അല്ല, ഉദയഭാൻ സാറില്ലേ ഇവിടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ശ്രീകല ആലോചിച്ചു. അയ്യോ, അതെ, ഉദയേട്ടന് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ, എവിടെയാ? ഉദയേട്ടൻ ഒരു മീറ്റിങ്ങിന് പോയേക്കോ. ഓ, അപ്പൊ ഇന്ന് വരത്തില്ലായിരിക്കും അല്ലേ? വരാൻ വഴിയില്ല. ഉദയേട്ടൻ അങ്ങനെയാ. ഉദയേട്ടൻ സിംഗപ്പൂർക്ക് പോയേക്കുക. അവിടുന്ന് ചിലപ്പോ ആഫ്രിക്കയിലേക്ക് പോകും. അവിടുന്ന് ചിലപ്പോ ഹൈദരാബാദോ അങ്ങനെയൊക്കെ പോയും എന്ന് പറഞ്ഞു. അല്ല, ആന്റി എന്താ പോവാത്തെന്ന് ചോദിച്ചു. എനിക്ക് അതിനോടൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ പോവാനൊന്നും സമയം കിട്ടാറില്ല. എന്താണെന്നറിയോ, ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അതൊക്കെ നോക്കി നടത്താനായിട്ട് ആൾക്കാർ വേണ്ടേ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നേ. ഉദയേട്ടൻ എപ്പോഴും എന്നെ വിളിക്കും, നീ വാ ശ്രീകലേന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ഞാൻ പോവാതിരിക്കുന്നാന്ന് പറഞ്ഞു. എന്നാലും ഉദയഭാനു സാറിന്റെ ഒരു ഭാഗ്യേ. ഇന്ന് സിംഗപ്പൂരാണെങ്കിൽ നാളെ ആഫ്രിക്ക, പിന്നെ ജപ്പാന്. അല്ല, ഉദയഭാൻ സാർ എന്നാ വരുന്നേ? ഓ, അതൊന്നും പറയാൻ പറ്റില്ല മോളെ. ചിലപ്പോ ഇങ്ങനെ നിന്ന നിപ്പിലൊരു പോക്കം കൂടെ പോകും മലേഷ്യക്ക്. പിന്നെ അവിടെ ചെന്നിട്ടായിരിക്കും വിളിക്കുന്നേ. ശ്രീകല, ഞാൻ മലേഷ്യയിലാന്നും പറഞ്ഞ്. ഉദയന്റെ സ്വഭാവം അങ്ങനെയാ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന സ്വഭാവമാന്ന് പറഞ്ഞു. അതെയല്ലേ. ശരി, ഇനിയിപ്പോ സാർ എന്നാ വരുന്ന അറിയില്ല. ഞാൻ സാറിന്റെ ഒരു സഹായം ചോദിക്കാൻ വന്നായിരുന്നു പറഞ്ഞു. സഹായമോ? അതേന്നേ. ഓ, അപ്പൊ ഇവൾ എന്തോ കോളും കൊണ്ടാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്നാ ശരി, ഞാൻ പിന്നെ വരാം. സാറുള്ളപ്പോ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സുകന്യ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. പെട്ടെന്ന് ശ്രീകല കയ്യിലേക്ക് പിടിച്ചു. എന്റെ മോളെ, അങ്ങനെ അങ്ങോട്ട് പോവാതെ. മോൾ ഇവിടെ വന്നിട്ട് ഒന്നും തരാതെ വിടുന്നത് ശരിയല്ലോ. ജ്യൂസ് എങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. അയ്യോ, അത് പിന്നെ സെർവന്റ് ഇവിടെ ഇല്ലല്ലോ. സെർവന്റ് എന്തിനാ? ഞാൻ തന്നെ എന്റെ മോൾക്ക് ജ്യൂസ് ഉണ്ടാക്കി തരും. ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടിരുത്തണം. മോൾ ഇവിടെ ഇരിക്കുക. ഇപ്പൊ ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് വിടുക. കോടീശ്വരിയാ. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരം ജാടയൊന്നുമില്ല. എന്തൊരു പാവ സ്ത്രീയാ ഇവരെന്നൊക്കെ പറയാം. ആ സമയം ഉദയഭാനു ആണെങ്കിൽ പുറത്ത് കൊതുകടിയും കൂടെ നിൽക്കുവാണ്. ആ സമയത്ത് ഉദയഭാനുവിന്റെ ദേഹത്തേക്ക് ഒരു പ്രാണിയും കൂടെ കയറിയത്. എടാ പ്രാണി, നിനക്ക് കയറാൻ കണ്ട സമയം. അതിന് മാത്രം എന്ത് തെറ്റാടാ നിന്നോട് ഞാൻ ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ച് ചവിട്ടി അരയ്ക്കുവാണ്. എങ്ങനെയെങ്കിലും അവളൊന്ന് പോയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ സുകന്യ. പക്ഷെ അവൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേന്ന് പോലും ഉദയഭാനുവിന് മനസ്സിലായില്ല. ഇതേ സമയത്ത് ഉദയഭാനുവിനെ ശ്രീകല വിളിക്കുകയാണ്. ശ്രീകല വിളിച്ചിട്ട് പറഞ്ഞു, ഉദയേട്ടാ. ഉദയേട്ടൻ ഇത് എവിടെയാന്ന് ചോദിച്ചു. എടി, ആ സുകന്യ പാവം തുടങ്ങിയതല്ലേ, നീ എന്തിനാ അവളെ പിടിച്ച് വീണ്ടും അകത്തേക്ക് കയറ്റിയതാ? അയ്യോ, അതാണോ? ഉദയേട്ടാ, അതൊക്കെ ഒരു കാര്യമുണ്ട്. ഉദയേട്ടൻ എങ്ങനെയെങ്കിലും പിന്നാമ്പുറം വഴി ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. എന്തിനാടി, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉദയഭാനു പിന്നാമ്പുറം വഴി പോകാൻ ഒരുങ്ങുവാണ്. ആ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രീദേവി. ശ്രീദേവി നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. ടെൻഷൻ ഇനിയിപ്പോ കള്ളത്തരങ്ങളൊക്കെ പിടികൂടുവോന്ന് ഓർത്തിട്ടാണ്. സുകന്യ അങ്ങോട്ടേക്ക് പോയേക്കുവാണല്ലോ. ആ സമയം ആനന്ദും മീനാക്ഷിയും കൂടെ വന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഇത് കണ്ടില്ലേ, മോൾക്ക് എന്തോ ഒരു വയ്യായികയുണ്ട്. ആനന്ദ് പറഞ്ഞു, എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കഴിച്ചതാ, ഞാൻ മിത്രയുടെയിലല്ലേ കൊടുത്തു വിട്ടെ. മിത്ര കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, ദേ ശ്രീദേവി ചില സന്തോഷമായിട്ടിരിക്കുന്നു വന്ന് പറയുകയും ചെയ്തല്ലേ. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ആനന്ദേട്ടാ വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. വല്ല BP വല്ല ലോ ആയതാണെന്ന് അറിയത്തില്ലല്ലോ. ഏ, അങ്ങനെ ഒരു പ്രശ്നമില്ല മീനു, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. കോമതി അതൊന്നും പറഞ്ഞാൽ കാര്യമില്ല. എന്തോ വയ്യായികയുണ്ട്. കണ്ടില്ലേ, മോൾക്ക് വയ്യാത്തൊരവസ്ഥയാ. ശ്രീദേവിക്ക് ആണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പോ കിടന്നാൽ കുറയുമെങ്കിലും ഇത്തിരി സമയം കിടക്കട്ടെ അമ്മേ. ആനന്ദേട്ടാ, ശ്രീദേവി ചേനോട് മുറിയിലേക്ക് മുറി കൊണ്ട് കിടത്താനായിട്ട് പറയാണ്. അങ്ങനെ ശ്രീദേവിയും കൊണ്ട് ആനന്ദ് മുറിയിലേക്ക് പോയി. ഇതേസമയം സുകന്യയ്ക്ക് കൊണ്ട് ജ്യൂസൊക്കെ കൊടുത്തിട്ട് ശ്രീകല പിന്നീട് എന്ത് ചെയ്തു, പതുക്കെ ഫോണുമായിട്ട് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ വലിയൊരു ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കൊണ്ട് പിന്നാമ്പുറത്ത് വെക്കുവാണ്. എന്നിട്ട് ഉദയഭാനുവിനെ വിളിക്കുകയാണ്. ഉദയേട്ടാ, ഉദയഭാനുവിന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡ്രസ്സും പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാടി? ഉദയേട്ടൻ അത് എടുത്തുകൊണ്ട് പോയി ധരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാ, ഫ്ലൈറ്റും മിസ്സായെന്നും പറഞ്ഞ്. എന്തിന്? ആ സുകന്യ പോകാൻ തുടങ്ങിയിട്ട് നീ എന്തിനാ അവളെ പിടിച്ചു വെച്ചേ? അത് ഉദയേട്ടാ, കാര്യമുണ്ട്. എന്തോ കോളുമായിട്ടാ വന്നിരിക്കുന്നത്. എന്ത് കോള്? അതെന്താണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഉദയേട്ടൻ വരുവാണെങ്കിൽ അറിയാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദയേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പിന്നാമ്പുറത്ത് നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ സുകന്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് ഒന്ന് ഞെട്ടി ശ്രീകല. ഇവിടെ മരപ്പെട്ടിയുടെ ശല്യം ഉണ്ടല്ലേ? എന്താ മോളെ? എനിക്ക് മനസ്സിലായി, ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ട് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞു. അതെ അതെ, മരപ്പെട്ടിയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനതിന്റെ ശബ്ദം കേട്ടായിരുന്നു പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. മോള് ബാ, ഇവിടെ ഒന്ന് സംസാരിക്കണ്ട, അകത്തേക്ക് പോകാന്ന് പറഞ്ഞ് സുകന്യയെ കൂട്ടിക്കൊണ്ട് പോയി. ആ സമയത്ത് മുറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനോട് ശ്രീദേവി പറഞ്ഞു, നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അല്ല, എന്റെ കള്ളത്തരങ്ങളൊക്കെ ഇന്ന് പൊളിയും. ഗോമതി അമ്മേ, അതുപോലെ തന്നെ ബാലച്ചനും സത്യങ്ങളൊക്കെ അറിയും, എന്റെ ചതിയെക്കുറിച്ചൊക്കെ അറിയൂന്ന് പറഞ്ഞു. എങ്ങനെ അറിയൂന്ന്? നീ എന്തൊക്കെ ശ്രീദേവി പറയണേ? അതെ ആനന്ദേട്ടാ, ഇന്ന് എന്റെ ചതിയൊക്കെ അറിയും.
സുകന്യേച്ചി പോയേക്കുമല്ലേ വീട്ടിലേക്ക്. സുകന്യേച്ചി എന്തിനാ വീട്ടിൽ പോയത്? ഏതോ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു, എന്നിട്ട് വീട്ടിലേക്ക് പോകാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെപ്പാടെ പേടി വന്നു. അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പണിയും പാളും. ഇതുകൂടെ കേട്ട് ഇനിയിപ്പോൾ ആനന്ദിന് ടെൻഷനായി. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതാ എനിക്കും ടെൻഷനായതോ. അത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു, എന്ത് ചെയ്യാൻ, എന്നെ പറഞ്ഞാൽ മതി. നീ ഗർഭിണിയാണല്ലോ എന്ന് ഓർത്തിട്ടാ നിന്നെ നീ തിരികെ കൊണ്ടുവന്നേ. അതിനിപ്പോൾ എനിക്ക് പണിയാവും തോന്നേ. ആനന്ദേട്ട എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യാനാ, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദൻ ടെൻഷൻ അടിക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.